നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ എപ്പോഴുമുള്ള ഒരു ചൊല്ലാണ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും ബന്ധുക്കളുമില്ലാന്ന്. കാരണം ഒരു പാർട്ടി ഇന്നൊരു മുന്നണിയിലായിരിക്കും, നാളെ വേറൊരു മുന്നണിയിലായിരിക്കും. അതുപോലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്നതെന്ന് പറയാം. കാരണം വളരെ സൗഹൃദപരമായ നിലപാടുകൾ പുലർത്തിയിരുന്ന രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൻ്റെ ഭീഷണി പരസ്പരം ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രത്യേകിച്ചും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ സൗഹൃദപരമായ നയതന്ത്ര ബന്ധങ്ങളുണ്ടായിരുന്ന ഈജിപ്തും ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലും അതുപോലെ അമേരിക്കയും ഉക്രൈനും ആ പ്രദേശങ്ങളിലുമൊക്കെ പരസ്പരം കൊമ്പുകോർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം പോരാടുന്ന ഒരു വേളയാണത്. കാരണം ഇന്നലെ വരെ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് ഉമ്മ വച്ചിരുന്ന മച്ചമ്പിയുമായിരുന്ന രണ്ട് രാഷ്ട്ര നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇങ്ങ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ സംഭവിക്കുന്നത്. കാരണം രാഷ്ട്രീയ സമവാക്യങ്ങളിലും അന്തർദേശീയ സഖ്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പേജിൽ കൂടി സെലൻസ്കിയെ, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്ന് ഡൊണാൾഡ് ട്രംപ് വിളിച്ചിരിക്കുന്നു. അദ്ദേഹം ഇലക്ഷനിൽ വിജയിക്കാതെയാണ് ഉക്രൈനിൽ പ്രസിഡന്റായി തുടരുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നു. അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വെറും ഒരു ഹാസ്യ നടനാണെന്ന് എടുത്തു പറയുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ സെലൻസ്കി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം, അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഉക്രൈനിൽ ഫേമസ് ആയിരുന്ന ഒരു ഹാസ്യ പരിപാടിയുടെ അവതാരകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വെറും ഒരു ഹാസ്യ നടനായി മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് ഉക്രൈൻ്റെ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കാതെ ഒക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു. വെറും 4% മാത്രമാണ് സെലൻസ്കിക്ക് രാജ്യത്ത് ലഭിക്കുന്ന പിന്തുണ എന്ന രീതിയിൽ. അതുപോലെ മുൻ പ്രസിഡന്റ് US പ്രസിഡന്റ് ജോ ബൈഡനെ സെലൻസ്കി പറ്റിക്കുകയായിരുന്നു, അങ്ങനെ ഉക്രൈന് വേണ്ട യുദ്ധപ്പണ്ടൊക്കെ വാങ്ങിച്ചെടുക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്ന പോലെ 2019 അധികാരത്തിൽ സെലൻസ്കി വരുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. പക്ഷേ പിന്നെ അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട്, റഷ്യയുമായിട്ടും അത് ഉള്ള യുദ്ധം നടക്കുന്നത് കൊണ്ട് ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചർച്ചയിൽ, കാരണം ഈ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുമ്പോൾ ഉക്രൈനെ പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ്. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. ഇതിനെയാണ് ഉക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കി എതിർക്കുന്നത്. അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. കാരണം യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഉക്രൈനെ പങ്കെടുപ്പിക്കാതെയാണ് രണ്ടുപേരും തമ്മിൽ, രണ്ട് രാഷ്ട്ര നേതാക്കൾ തമ്മിൽ, പുടിനും അതുപോലെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടത്തുന്നത്. അതിനെ അദ്ദേഹം വിമർശിക്കുന്ന ഒരവസരത്തിലാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇത്തരം ക്രൂരമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപിനെ നേരത്തെ സെലൻസ്കി കുമിള എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം ലോകക്രമത്തെ കാണുന്ന ഒരു പ്രസിഡന്റായി മാറിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ ഉയരുന്ന ഒരു ആരോപണം. പ്രത്യേകിച്ചും യുദ്ധത്തിനായി ചിലവാക്കിയ തുകയുടെ ചിലവുകൾ ഉക്രൈനു വേണ്ടി അമേരിക്ക ചിലവാക്കിയ യുദ്ധത്തിൻ്റെ തുക ഉക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങളിലൂടെ ഈടാക്കുമെന്നൊക്കെയുള്ള പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. $350 മില്യൺ ആണ് ഉക്രൈന് വേണ്ടി ഇതുവരെ അമേരിക്ക യുദ്ധത്തിനായി ചിലവാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ സെലൻസ്കി പറയുന്നത് വെറും $76 ദശലക്ഷം മാത്രമാണ് അതിനുവേണ്ടി ചിലവാക്കിയതാണ്. എങ്കിലും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ പൈസ തങ്ങൾക്ക് മുതലാക്കണം, അതിനുവേണ്ടി ഉക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾ, അതുപോലെ പ്രകൃതിവാതകം, മിനറൽസ്, ഇതൊക്കെ അമേരിക്കയ്ക്ക് ഉക്രൈൻ നൽകണമെന്നാണ്. പക്ഷേ ഉക്രൈൻ്റെ ആത്മാഭിമാനം അത് അനുവദിക്കുന്നില്ല എന്നാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രസ്താവന. അദ്ദേഹം പറയുന്നു തൻ്റെ രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്ന്. ഇതൊക്കെയാണ് ഈ ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിക്കുന്നതിന് കാരണവും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവനകൾ, സെലൻസ്കിയെ ഹാസ്യ നടനെന്നും അതുപോലെ സ്വേച്ഛാധിപതിയുമെന്നൊക്കെ വിളിച്ചുകൊണ്ട് പ്രസ്താവന ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ സെലൻസ്കിയെ
പങ്കെടുപ്പിക്കാതെ റഷ്യയുമായിട്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നയിക്കുന്നതിനൊക്കെ കാരണം. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും യൂറോപ്പ് റഷ്യയുടെ ഒരു തിരിച്ചുവരവ് വളരെ ഭയാജനകമായാണ് കാണുന്നത്. കാരണം റഷ്യ വീണ്ടും ഒരു പഴയ പ്രതാപത്തിലോട്ട് വരുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചും അത്ര നല്ല ഒരവസ്ഥയല്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കൂടി റഷ്യയ്ക്ക് അനുകൂലമായി നീങ്ങുന്നതോടുകൂടി അവരെ ഭയത്തിൻ്റെ ഒരു ആഴം വളരെ അധികം തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് ഇത് അമേരിക്കയായിരിക്കും ഒരിക്കൽ കൂടി സാരമായി ബാധിക്കുക. കാരണം ഇപ്പോൾ ലോകക്രമം എടുത്തു നോക്കിയാൽ ഇസ്രായേൽ ഒഴിച്ച് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറയുന്നു എന്നാണ്. ഇസ്രായേലും അമേരിക്കയും ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു അമേരിക്കൻ വിരുദ്ധത കൂടി കടന്നു വരുന്നത് കൂടി ആ ഒരു തലം യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊന്നുകൂടിയുണ്ട്, ഗാസ അതിർത്തിയിലും ഇതേപോലെയുള്ള സംഭവ വികാസങ്ങളാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ചിരകാല സുഹൃത്തുക്കളായിരുന്ന ഇസ്രായേലും ഈജിപ്തും ആ മേഖലയിലും ഏറ്റുമുട്ടലിന് കോപ്പുകൂട്ടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസ അതിർത്തിയിലേക്ക് ഈജിപ്തിൻ്റെ കവചിത വാഹനങ്ങൾ ഉൾപ്പെടുന്ന സൈനിക വിന്യാസം നീങ്ങിയിരുന്നു. അവരവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുന്നത് ഇസ്രായേലും ആ പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെ വിന്യസിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ അവരുടെ വൈമാനികരെയും തിരിച്ച് സൈന്യത്തിലേക്ക് തിരിച്ചു വരുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവധിയെടുത്ത എല്ലാ വൈമാനികരും ഉടനെ തന്നെ തിരിച്ച് സൈന്യത്തിൽ ജോയിൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. നേരത്തെ എല്ലാ റിസർവ് പട്ടാളക്കാരെയും അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗസയിൽ ഹമാസിൻ്റെ ഇസ്രായേൽ ഓപ്പറേഷനിൽ ഒക്ടോബറിലുണ്ടായ ഹമാസിൻ്റെ ഇസ്രായേൽ കടന്നുകയറ്റത്തിൽ ഈജിപ്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നതായി ഇസ്രായേലിൽ വലിയ രീതിയിൽ ചർച്ചകൾ ഉയരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗസയിലെ ഇസ്രായേലിലെ ഒക്ടോബർ ഓപ്പറേഷനിൽ ഈജിപ്തിൻ്റെ ഒരു പിന്തുണ ഇസ്രായേലി മാധ്യമങ്ങൾ സംശയിക്കുന്നു എന്ന രീതിയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളും ഈ അവസരത്തിലുണ്ട്. പ്രത്യേകിച്ചും അത്തരം ചില നിർദ്ദേശങ്ങൾ, ചില വിവരങ്ങൾ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രായേലി ഭരണകൂടത്തിന് കൈമാറി എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈജിപ്തിനെതിരെ ഇസ്രായേൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് എന്ന ഒരു വാർത്തയും കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ അടുത്ത മണിക്കൂറുകളിൽ ഇസ്രായേലിനെതിരെ ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെ വലിയ ശക്തമായ ഒരു താക്കീതുണ്ടായിരുന്നു. ഗസയിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിൻ്റെ സൈനിക നടപടികളുണ്ടായാൽ, ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന രീതിയിൽ സൈനിക നടപടികളുണ്ടായാൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് ഈജിപ്ത് തയ്യാറാണെന്ന രീതിയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെതായ ഒരു പ്രസ്താവന കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നണിക്രമങ്ങൾ മാറുകയാണ്. ഉക്രൈനും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം അത് ഏകദേശം തകരുകയും ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു പുതിയ സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദത്തിന് ഉലച്ചിൽ സംഭവിക്കുകയും ഇപ്പോൾ ഇറാനേക്കാൾ കൂടുതൽ ശക്തമായി ഈജിപ്ത് ഇസ്രായേലിനെതിരെ മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭവുമാണ് നിലനിൽക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.